ഹായ് ഹലോ ഗുഡ് ഈവനിങ്. അപ്പോൾ ദാ ഞാനൊരു ചെറിയ ഈവനിങ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ചക്കപ്പുഴുക്കും ചിക്കൻ കറിയും കഴിക്കാനായിട്ട് തോന്നി. അങ്ങനെ അമ്മ ദാ ചക്ക അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചക്ക അരിഞ്ഞെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും ഇട്ടിട്ട് വേവാനായിട്ട് അമ്മ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പം അതിനായിട്ട് ഇതാ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കറിവേപ്പിലയും അതുപോലെ തന്നെ ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിതാ ചക്ക വെന്തോന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്യാസിൽ വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാ ഭാഗങ്ങളും വെന്ത് കിട്ടാനൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ കുടഞ്ഞ് ഇടയ്ക്ക് കൊടുത്തിട്ട് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ചക്ക വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങയും ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഒന്ന് കുടഞ്ഞ് എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് പോലെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ നല്ലതുപോലെ എല്ലായിടത്തും അതിൻ്റെ അരപ്പൊക്കെ എത്തുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണം. അപ്പോൾ കുറച്ച് നേരം ഇത് നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഒത്തിരി അങ്ങോട്ട് കുഴഞ്ഞു പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ ചക്കപ്പുഴുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചിക്കൻ കറിയിലേക്കുള്ള സവാളയൊക്കെ ഞാൻ തൊലിയൊക്കെ പൊളിച്ച് റെഡിയാക്കുകയാണ് കേട്ടോ. പിന്നീട് ചിക്കനിലേക്കുള്ള മസാല തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ആ നേരം കൊണ്ട് അമ്മ ചിക്കനൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നല്ല വൃത്തിയാക്കി കഴുകിയെടുക്കുന്നുണ്ട്. ഇനി സ്റ്റൗ ഓണാക്കിയ ശേഷം അതിലേക്ക് പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പാൻ ചൂടായി കിട്ടുമ്പോഴേക്കും അതിലേക്ക് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓയിൽ ചൂടായി വന്നപ്പോൾ അതിലേക്ക് സവാളയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുത്ത് എല്ലാം നല്ലതുപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ചെറിയൊരു കളർ ചേഞ്ച് വന്നപ്പോൾ തന്നെ ഇതിലേക്ക് പൗഡേഴ്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടിയും 2 സ്പൂണും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി എല്ലാം നന്നായി ഒന്ന് ചേർത്തിളക്കാം. വെന്ത് കിട്ടാൻ എളുപ്പത്തിനായിട്ട് അമ്മ കുക്കറിലിട്ടിട്ടാണ് കേട്ടോ ചിക്കൻ വേവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഓൾറെഡി ചാറുണ്ടല്ലോ, അത് ഇതിലേക്ക് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്ത് നല്ലോണം വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് എത്രയാണോ അതും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മസാല നല്ല റെഡിയായി വരുമ്പോഴേക്കും ഈ കുക്കറിലുള്ള ചിക്കനിലേക്ക് അമ്മ മസാല ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ചിക്കൻ കറി റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല മഴയൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ ചക്കപ്പുഴുക്കും ചിക്കനും ഒക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മഴയുടെ സമയത്ത് ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കാൻ ഒരു പ്രത്യേക വൈബാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ചെറിയൊരു വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.